ഞങ്ങൾ ഒഴിവാക്കുകയാണ്. പക്ഷേ ഇവിടെ വലിയൊരു ആരോപണം, അതെന്താണ്? ഉള്ളാളത്തെ തങ്ങൾ പാപ്പ ആരെപ്പറ്റിയോ എന്തോ പറഞ്ഞു എന്നതാണ്. എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, സാക്ഷാൽ മരണപ്പെട്ടുപോയ KT മാനു മുസ്ലിയാരെ സംബന്ധിച്ചും കേവലം ഒരു മാനു മുസ്ലിയാരെ പറ്റി മാത്രമല്ല, മാനു മുസ്ലിയാരുടെ കൂടെയുള്ള സമസ്തയിലെ കേവലം 10 ഏതായാലും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ മെമ്പർമാരെ പറ്റിയും വിശദമായി ഈ സമുദായത്തിന് വിലയിരുത്തി തന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. തന്റെ ജീവിതകാലത്ത് സമസ്തയുടെ പ്രസിഡന്റായി കണ്ണിയത്ത് ഉസ്താദിനു ശേഷം തനിക്ക് വിശ്വാസയോഗ്യനായി അവരോധിച്ച ബഹുമാനനായ അസ്ഹരി തങ്ങള് സാക്ഷാൽ KT മാനു മുസ്ലിയാരെ സംബന്ധിച്ച് വരയിലൂടെയും വാക്കിലൂടെയും പറഞ്ഞൊരു വാചകമുണ്ട്. അതെന്താണ്? അയാളാണ് സകല മുനാഫിക്കും എന്നതാണ്. മുനാഫിക് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസി എന്നാണ്. അസ്ഹരി തങ്ങളുടെ ഭാഷയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു കപട വിശ്വാസി മരിച്ചാൽ അസ്ഹരി തങ്ങൾ മലയാള ഭാഷയിൽ എന്തു പ്രയോഗിക്കും? ഞങ്ങളല്ല അതിന്റെ ആളുകൾ, ഞങ്ങളുടെ നേതാക്കളുമല്ല അതിന്റെ ആളുകൾ. സാക്ഷാൽ അസ്ഹരി തങ്ങൾ പാപ്പ വാക്കാൽ തന്നെ KT മാനു മുസ്ലിയാർ പച്ചയായ മുനാഫിക്കാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ KT മാനു മുസ്ലിയാരെ കുറിച്ച് പച്ച മുനാഫിക്കെന്ന് വാക്കാൽ ഉരുവിട്ട നാട്ടിക മുസ്ലിയാർക്ക് തന്റെ കുരുത്തക്കേട് കൊണ്ട് അയാൾ ആകമാനം കീറിമുറിച്ചു എന്ന് പച്ചയായി പറഞ്ഞ അസ്ഹരി തങ്ങളുടെ ഫോണിലേക്ക് ഈ വിദ്വാൻമാർ എത്ര പ്രാവശ്യം ഫോൺ ചെയ്തിട്ടുണ്ട്? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. വൈരുദ്ധ്യം പറഞ്ഞാൽ സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട KT മാനു മുസ്ലിയാരെയും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെയും അവരുൾക്കൊള്ളുന്ന അവരുടെ കൂട്ടത്തിൽ ബാക്കി എത്ര മുശാവറ മെമ്പർമാരുണ്ടോ ആ മെമ്പർമാരുടെ അവർക്കർഹതപ്പെട്ട ആദരവ് കൊടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ, മഹാന്മാരായ ചേളാരി മുശാവറയിലെ മെമ്പർമാരെ മുനാഫിക്കെന്ന് പ്രഖ്യാപിച്ചതിന്റെ പങ്കാളിത്തം അസ്ഹരി തങ്ങൾക്ക് മാത്രമല്ല, സാക്ഷാൽ അസ്ഹരി തങ്ങൾ പാപ്പ പട്ടിക്കാടിന്റെ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് അവിടെ നടന്ന സമ്മേളന സുവനീറിൽ തന്റെ മുശാവറയിലുള്ള മുഴുവൻ മെമ്പർമാരും മുനാഫിക്കുകളും അതുപോലെ ആസിദീങ്ങളും കിബറന്മാരുമാണെന്ന് എഴുതിവിട്ടത്. ആ എഴുതിവിട്ടത് പ്രസിദ്ധീകരിച്ചത് എഴുതിയത് അസ്ഹരി തങ്ങളും പ്രസിദ്ധീകരിച്ചത് പട്ടിക്കാട് ജാമ്യയിലെ വിദ്യാർത്ഥി സംഘടനയായ നൂറുൽ ഉലമയുമാണെന്ന സത്യം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? അസ്ഹരി തങ്ങൾ പാപ്പ താൻ പ്രസിഡന്റായ സംഘടനക്ക് പച്ചയായി അറബി ഭാഷയിൽ എഴുതി വെച്ച നാമം എന്താണെന്നറിയാമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ മുനാഫിഖീൻ എന്നാണ്. ഞങ്ങളുടെ ഭാഷയല്ല. അൽ മുനീറിന്റെ സുവനീർ കോപ്പി ഉയർത്തിക്കാണിച്ചാണ് ഞാൻ പറയുന്നത്. ആർജവമുണ്ടെങ്കിൽ ആരും 4:45 അഡ്രസ് ഇല്ലാത്ത ഫോൺ വിളിക്ക് കാത്തു നിൽക്കണ്ട. ആണായി പറഞ്ഞവർക്ക് ഈ വേദിയിൽ കടന്നു വന്ന് പരിശോധിക്കാവുന്നതാണ്. മഹാന്മാരായ നിങ്ങൾ ബഹുമാനിക്കുന്ന സമസ്തയിലെ മുശാവറ മെമ്പർമാരെ സംബന്ധിച്ച് ഒറ്റൊന്നിനെ മാറ്റിവെച്ചിട്ടില്ല. അസ്ഹരി തങ്ങളല്ലാത്ത ബാക്കിയെല്ലാം അവരുടെ കൽബിലുള്ളത് കിബിറാണ്, ഹസദാണ്, അതിലുപരി നിഫാഖാണ് എന്നെഴുതി വെച്ചത്. ആ സാക്ഷാൽ മാനു മുസ്ലിയാർ സകല മുനാഫിക്കുമാണെന്ന് വിളിച്ചു പറഞ്ഞത് ശംസുൽ ഉലമ പ്രസിഡന്റാക്കിയ അസ്ഹരി തങ്ങളാണ്. ഈ വിഷയത്തിൽ നയപരമായൊരു മറുപടി പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആണത്തത്തോടെന്റെ മൈക്കിന് മുമ്പിലേക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ്. സാക്ഷാൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നോമന പുത്രൻ ഉൾപ്പെടെ അരീക്കോട്ട ഏഴാങ്കൂലി ലത്തീഫിനെ വരെ ഞാൻ വെല്ലുവിളിക്കുന്നു. വരാം. ആർക്കാണ് ഇത് നിഷേധിക്കാൻ കഴിയുക? ഉള്ളാളത്തെ തങ്ങൾ പാപ്പയുടെ പുറം കയറാൻ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ ആ ഉയർത്തിയ കാല് ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഞങ്ങൾ തടഞ്ഞുവെക്കും. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത് ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ വിദ്വാൻ ചോദിക്കാണ്, നെഞ്ചുറപ്പുണ്ടോ നിങ്ങൾ ചോദിച്ചല്ലോ, പിന്നെന്തിനെ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ എന്തേ കേസ് കൊടുത്തത് എന്നാ? അതെന്നെയാ ഞങ്ങളെ നെഞ്ചുറപ്പ്. മനസ്സിലായില്ലേ? ഞങ്ങളെ നെഞ്ചുറപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിവേകം, ആ വിവേകത്തിലൂടെ നിയന്ത്രിക്കപ്പെടുന്ന നെഞ്ഞും കൽബുമാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾക്കോ തല മുതൽ ഉടൽ വരെ, നേതൃത്വം മുതൽ അനുയായികൾ വരെ വികാരം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന നെഞ്ഞും കൽബുമാണ്. നിങ്ങൾക്ക് ഊക്കുണ്ടാകും, പക്ഷേ ഒലിക്കണ ഊക്കായിരിക്കുന്നു മാത്രം. ഞങ്ങളെ ഊക്ക് ഒലിക്കുന്നതല്ല.
എന്നിട്ടോ ഞങ്ങൾ നിയമപരമായി നേരിട്ടു. അപ്പൊ ഇയാൾ ചോദിക്കും, എന്തിനാ ഞങ്ങൾ മരണത്തെ പേടിക്കണത്? എന്നാ പിന്നെ ഞാൻ ചോദിക്കട്ടെ, സാധു, മരണത്തെ പേടില്ലെങ്കിൽ പോയ ജയിലിൽ കടന്നാ പോരിനെ എന്തിനെ സാമുദായിക നേതാവിനെ ജാമ്യത്തിന് കൊണ്ടെന്നേ ലേ? അവിടെ കടന്നാ പോരായിരുന്നോ? ദുന്യാവിനോട് താല്പര്യമുണ്ടല്ലേ? അപ്പോ സഹോദരന്മാരെ, വളരെ നിഷ്ഠുരമായ നിലപാടുകൾ. ഉത്തരവാദപ്പെട്ട ഒരു പണ്ഡിത സഭക്ക് ഇതിൽ പങ്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കേണ്ടിയിരുന്നു. എങ്ങനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും? എങ്ങനെ ഞങ്ങൾക്ക് ആ നിലപാടെടുക്കാൻ കഴിയും? ഉത്തരവാദപ്പെട്ട പോലീസുകാരുടെ അന്വേഷണങ്ങളിൽ അവർ ചോദിച്ചു, ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാകുമോ? ഞങ്ങൾ എങ്ങനെയാണ് വെള്ളവസ്ത്രവും തലപ്പാവുമുള്ള ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ ഞങ്ങൾ എങ്ങനെയാണ് ആ വിഷയത്തിൽ സംശയിക്കുക? അതുപോലെ മഹാനായ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ പൊന്നോമന പുത്രനെ ഞങ്ങൾ എങ്ങനെയാണ് അവിശ്വസിക്കുക? ഞങ്ങൾ എങ്ങനെയാണ് ആ വിഷയത്തിൽ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുക, സംശയിക്കുക? പക്ഷേ ആ വിദ്വാന് കൊടുത്ത സ്വീകരണവേദിയിൽ സകലമാന സാമുദായിക നേതാക്കളും കയ്യൊപ്പ് ചാർത്തിയത് ന്യായമായും ഇതൊരു ആഗോള ഗൂഢാലോചന തന്നെയാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. പക്ഷെ ഒന്നുണ്ട്, കാലം കുറെ കഴിഞ്ഞുപോയി. പണ്ട് കാലങ്ങളിൽ വരവ് വെക്കാൻ മാത്രം പഠിച്ച കാന്തപുരത്തിന്റെ അനുയായികൾ ഇന്ന് നിങ്ങൾക്ക് വരവ് വെക്കാനുള്ള സമ്പത്ത് കൂടി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നന്നായി. വരവും ചെലവും ഒപ്പം കൂട്ടുന്ന കാലയിക്കണ് ഇപ്പോ, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇപ്പോ കാന്തപുരം ഉസ്താദിന്റെ കൂടെ പലരും നടക്കുന്നത്. ഞാൻ അതിലേക്ക് കടന്നു വരികയാ. ഇവിടെ അടിസ്ഥാനപരമായി ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. ആ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോ ഈ രാജ്യത്തെ സംഘടനകൾക്ക്, ഈ രാജ്യത്തെ പ്രസ്ഥാനങ്ങൾക്ക് നയപരമായ നിലപാടുകൾ വേണം. എന്താണ് ആ നിലപാടുകൾ? ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ രാജ്യത്തിന്റെ മുഖ്യധാര നയനിലപാടുകളിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നുകൂടാ. 1940കളിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് ഇവിടുത്തെ നിയമവും ഇവിടുത്തെ ജുഡീഷ്യറിയും ഇവിടുത്തെ നിയമപാലകരും ഇവിടുത്തെ ഉദ്യോഗങ്ങളും തൗഹീദിന്റെ നിർവചനത്തിനപ്പുറമാണ് എന്നാണ്. പക്ഷേ 1940കളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമരക്കാരൻ അബുല്ലാല മൗദൂദിയ, ആ ജമാഅത്തെ ഇസ്ലാമി 40ൽ നിന്ന് 2008ന്റെ പര്യവസാന വേളയിലെത്തിയപ്പോൾ അബുല്ലാല മൗദൂദിയിൽ നിന്ന് ജമാഅത്തിന്റെ അമര നേതൃത്വം പ്ലാച്ചിമടയിലെ മൈലമ്മയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോ ജമാഅത്തെ ഇസ്ലാമി സോളിഡാരിറ്റിയായി പരിണമിച്ചപ്പോ അന്ന് അംബേദ്കറിന്റെ ഭരണഘടന ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞ സോളിഡാരിറ്റി പയ്യന്മാർക്ക് ഇന്ന് ഖുർആൻ ഉയർത്തിക്കാണിച്ച് ഇസ്ലാമിക വിചാരധാരയെ, ഇസ്ലാമിക വൈകാരികതയെ ആളിക്കത്തിച്ച് അധികാരം സ്വപ്നം കണ്ട ജമാഅത്തുകാർ